നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുള്ളരിങ്ങാട് വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ പി.ജെ. ജോസഫ് MLA യോഗം വിളിച്ചു ചേർത്തു. തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ഷമീർ അഹമ്മദിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിച്ചു. കോലാനി ബൈപ്പാസിൽ കാഞ്ഞിരമ്പാറ ഭാഗത്ത് റോഡിൽ നിന്നും 20 അടി താഴ്ചയിൽ അബോധാവസ്ഥയിൽ കിടന്ന അജ്ഞാതനായ യുവാവിനെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. കട്ടപ്പനയിലെ ട്രേഡിംഗ് സ്ഥാപനത്തിൽ നിന്ന് 120 കിലോ ഏലക്ക മോഷണം പോയി. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 22 സംഘടിപ്പിക്കുന്ന സൂചനാ പണിമുടക്കിന് മുന്നോടിയായി ഇടുക്കി ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. വാർത്തകൾ വിശദമായി. മുള്ളരിങ്ങാട് വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ പി.ജെ. ജോസഫ് MLA യോഗം വിളിച്ചു ചേർത്തു. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP, സബ് കളക്ടർ, DFO, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വനാതിർത്തിയോട് ചേർന്ന ജനവാസ മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പി.ജെ. ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനാതിർത്തിയോടനുബന്ധിച്ച് 10 കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടി വരും. ഇതിനായി 10 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നൽകുമെന്ന് പി.ജെ. ജോസഫ് MLAയും 8 ലക്ഷം രൂപ MPയുടെ ഫണ്ടിൽ നിന്നും നൽകാമെന്ന് ഡീൻ കുര്യാക്കോസ് MPയും അറിയിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും റിവ്യൂ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജില്ലാ കളക്ടർ തന്നെ കൊടുത്തിരിക്കുന്ന വിതിൻ 15 days AS പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന കത്താണ്. താങ്കൾക്ക് മുമ്പിരുന്ന കോതമംഗലം DFO ഇക്കാര്യത്തിൽ തികഞ്ഞ നിസ്സഹകരണമായിരുന്നു. ഞാനിത് പറയാതെ പോകുന്നത് ശരിയല്ല. അപ്പൊ അതിനകത്ത് അതുകൊണ്ടാണ് ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ആകാതെ പോയത്. അപ്പൊ അതിന്റെ പേരിൽ എല്ലാം ശരിയാവും എന്നുള്ളൊരു അവകാശം എനിക്കില്ല. പക്ഷെ ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന പ്രൊജക്ടുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. അത് ഇപ്പോൾ RKVയുടെ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന 5 കിലോമീറ്റർ പൂർത്തീകരിച്ചു. നല്ല ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അത് 10 കിലോമീറ്റർ ഭാഗം ഫെൻസിംഗ് ഇടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ 10 കിലോമീറ്ററിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വന്നിട്ടുണ്ടോ, അത് പ്രോജക്റ്റ് റെഡിയാണോ, എന്താണ് അതിന്റെ സ്ഥിതി എന്നുള്ളത് അതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുന്നത്. ബാക്കി ആവശ്യം വരുന്ന തുക അനുവദിക്കുന്ന കാര്യം ജില്ലാ കളക്ടറുമായി ആലോചിച്ച് നടപടി കൈക്കൊള്ളാമെന്ന് സബ് കളക്ടർ യോഗത്തിൽ അറിയിച്ചു. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള വിശദമായ എസ്റ്റിമേറ്റ് അടിയന്തരമായി തയ്യാറാക്കാൻ മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ഇത് ഡബിൾ ഫെൻസിംഗ് ആണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. അതിന് 2 കാരണങ്ങളാണ്. ഈ സിംഗിൾ ഫെൻസിംഗ് ഇപ്പം എല്ലാ പറമ്പിലും ഫെൻസിംഗ് ഇടുന്നതുകൊണ്ട് ആന ചെന്ന് തൊടുന്നിടത്തല്ല അടി കിട്ടുന്നതുകൊണ്ട് അടികൊണ്ട് ആനയ്ക്ക് ഇത് റെസിസ്റ്റൻസ് ആയി. അതുകൊണ്ടാണ് സർക്കാർ തന്നെ പറയുന്നത് ഇപ്പം ഡബിൾ ഫെൻസിങ് മാൻഡേറ്ററി ആക്കുന്ന രീതിയിലേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ശരിക്കറിയില്ല. അത് സാർമാർ കരുതുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം ഡബിൾ ഫെൻസിങ് ആണെങ്കിൽ ഇത് കാണുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും, പക്ഷെ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. വാളറ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ആവശ്യത്തിന് വാളറ മുതൽ നീണ്ടപാറ വരെ പെൻസ്റ്റോക്ക് പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. പെൻസ്റ്റോക്ക് പൈപ്പ് കടന്നുപോകുന്ന വഴിയിൽ ആനയുടെ സ്വാഭാവിക സഞ്ചാരം സുഗമമാക്കാൻ റാമ്പ് നിർമ്മിക്കുന്ന കാര്യം വനം വകുപ്പ് ആലോചിച്ചു വരികയാണെന്ന് DFO വ്യക്തമാക്കി. 3 വർഷം മുൻപ് വരെ മുള്ളരിങ്ങാട് മേഖലയിൽ കാട്ടാന ശല്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ പട്രോളിംഗ് ശക്തമാക്കാനും കൂടുതൽ വാച്ചർമാരെ നിയമിക്കുന്ന കാര്യവും പരിഗണനയിൽ ഉണ്ടെന്നും DFO വ്യക്തമാക്കി. കാടിനുള്ളിലേക്ക് അവശേഷിക്കുന്ന കാട്ടാനകളെ കയറ്റിവിടുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കണമെന്നും വനപ്രദേശങ്ങളോട് ചേർന്ന് അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്ന ജോലി ഉടൻ തുടങ്ങണമെന്നും പി.ജെ. ജോസഫ് MLA നിർദ്ദേശിച്ചു. അടിയന്തരമായി തുടങ്ങി വയ്ക്കാൻ 10 ലക്ഷം രൂപ MLAയുടെ ആസ്തി 8 ലക്ഷം രൂപ MPയുടെ ഇമ്മീഡിയറ്റായിട്ടാണ്. പിന്നെ ബാക്കി ഫണ്ട് ഉണ്ടാകുന്ന ശാസ്ത്രമായി ബാധ്യത അതിരിക്കും താല്പര്യം ഉണ്ടാകുന്ന ഏതായാലും 10 കിലോമീറ്റർ ചെയ്യുക എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ
ഇപ്പോൾ ഈ ജനവാസത്തിനെതിരെ കുറച്ച് ആനോ അതിനപ്പുറം കടത്തിവിടാനുള്ള ഡ്രൈവ് അടിക്കാതെ RRT സംഘത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും മുള്ളരിങ്ങാട് മേഖലയിൽ വനം വകുപ്പ് നിരീക്ഷണം ശക്തിപ്പെടുത്തണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. യോഗത്തിൽ സബ് കളക്ടർ അനൂപ് ബർഗ് IAS, കോതമംഗലം DFO OP സാജു IFS, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു, തഹസിൽദാർ സക്കീർ, മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസർ ടോമിൻ J അരഞ്ഞാണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രവി കൊച്ചിടക്കുന്നേൽ, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിജോ ജോസഫ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി കളപ്പുര, SSK പ്രതിനിധികളായ ജോജോ, നാസർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ഷമീർ അഹമ്മദിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിച്ചു. തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 19ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. തൊടുപുഴ നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവും സൗണ്ട് റെക്കോർഡിസ്റ്റുമായ ഷമീർ അഹമ്മദിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ള ഷമീർ അഹമ്മദിന് നൽകി ഇന്നിവിടെ നമ്മുടെ ഫെസ്റ്റിവൽ മാഗസിൻ പ്രകാശനം ചെയ്തിട്ടുള്ളതാണ്. സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ ഷമീർ അഹമ്മദിന് എല്ലാവിധ ഭാവുകങ്ങളും ഇനിയും നമ്മുടെ തൊടുപുഴയുടെ അഭിമാനമായി മാറുന്നതിന് എല്ലാവിധ ആശംസകളും നേർന്നു. തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, കൌൺസിലർമാരായ സിജി റഷീദ്, കവിത അജി, ജോസ് മഠത്തിൽ, ഫിലിം സൊസൈറ്റി സെക്രട്ടറി MM മഞ്ജുഹാസൻ, ഭാരവാഹികളായ MI സുകുമാരൻ, വിൽസൺ ജോൺ, അനിത മുരളി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സിനിമ കേവലം ആനന്ദത്തിന് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മൾ ക്രിട്ടിക്കലായിട്ടൊരു സൊസൈറ്റിയുടെ ഒരു കാലത്തിന്റെയും അടയാളപ്പെടുത്തൽ കൂടിയാണിത്. അപ്പോൾ നമ്മൾ സിനിമകൾ കാണുമ്പോൾ കൃത്യമായിട്ട് അതിനെ വിമർശാത്മകമായിട്ട് കാണുകയും അതിനെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ചോദ്യം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ അതിനുള്ളൊരു വേദിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നഗരസഭാ പരിധിയിൽ അനധികൃതമായി ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും കൊടികളും സ്ഥാപിക്കുന്നതിനെതിരെ കർശന നിയന്ത്രണവുമായി തൊടുപുഴ നഗരസഭ. തൊടുപുഴ നഗരസഭാ പരിധിയിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും നഗരസഭ ആരോഗ്യ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. സംസ്ഥാനത്ത് ഫ്ലെക്സ് ബോർഡുകൾക്കും മറ്റും ഹൈക്കോടതി കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ കോടതി വിധികളുടെയും സർക്കാർ ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ തൊടുപുഴ ടൗണിൽ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾക്ക് നഗരസഭ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തൊടുപുഴ നഗരസഭാ പരിധിയിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും നഗരസഭ ആരോഗ്യ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ഗതാഗത തടസ്സത്തിനും കാഴ്ചമറിച്ചും അനധികൃതമായി ഫ്ലെക്സ് ബോർഡുകൾ, ബാനറുകൾ എന്നിവ സ്ഥാപിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. അനുമതിയില്ലാതെ ബോർഡുകൾ സ്ഥാപിച്ചാൽ ഓരോ ബോർഡിനും 5000 രൂപ പിഴയും നീക്കം ചെയ്യുന്നതിന്റെ ചെലവും ഈടാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പൊതുസ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ പരസ്യ ബോർഡ് സ്ഥാപിച്ചാൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുവാനും കോടതി ഉത്തരവുള്ളതാണ്. ഈ വിഷയത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പോലീസ്, PWD, മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ അടങ്ങുന്ന മുനിസിപ്പൽ തല സമിതി യോഗം നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ഉടനടി വിളിച്ചു ചേർക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ കോലാനി ബൈപ്പാസിൽ കാഞ്ഞിരമ്പാറ ഭാഗത്ത് റോഡിൽ നിന്നും 20 അടി താഴ്ചയിൽ അബോധാവസ്ഥയിൽ കിടന്ന അജ്ഞാതനായ യുവാവിനെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. 108 ആംബുലൻസിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചു. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. കട്ടപ്പനയിലെ ട്രേഡിംഗ് സ്ഥാപനത്തിൽ നിന്ന് 120 കിലോ ഏലക്ക മോഷണം പോയി. തോപ്രാംകുടി മുണ്ടിയാങ്കൽ ബിബിൻ മാത്യുവിന്റെ ഉടമസ്ഥയിൽ ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന RMS സ്പൈസസിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ 1:15 മോഷണം നടന്നത്. ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന RMS സ്പൈസസിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ 1:15 മോഷണം നടന്നത്. കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി SA എന്നറിയപ്പെടുന്ന ബിജുവും മറ്റൊരാളും ചേർന്നാണ് മോഷണം നടത്തിയതെന്നാണ് സംശയിക്കുന്നത്. കട്ടപ്പന ട്രീസ എഞ്ചിനീയേഴ്സിന്റെ ഗുഡ് ഓട്ടോറിക്ഷയും ഏലക്ക കടത്താനായി മോഷ്ടിച്ചു. ഈ വാഹനം ചെറുതോണി പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കെട്ടിടത്തിന്റെ ഉള്ളിൽ കടക്കാതെ
അടിവശത്തെ നിലയിലെ ജനാല തകർത്ത് ചാക്കു തുറന്ന് ഏലക്ക മോഷ്ടിക്കുകയായിരുന്നു. ജനാലയിലൂടെ ചാക്കിൽ നിന്ന് ഏലക്ക വാരിയെടുത്ത് കൈവശമുണ്ടായിരുന്ന മറ്റൊരു ചാക്കിൽ നിറച്ചു. 3 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഏലക്ക നഷ്ടമായിട്ടുണ്ട്. 3-ാം തീയതി പുലർച്ചെ 1:12-നും 3:30-നും ഇടയ്ക്ക് 2 ചെറുപ്പക്കാർ, അതിനകത്ത് വിഷ്വൽ കാണാം, ക്യാമറയ്ക്കകത്ത് കിട്ടിയിട്ടുണ്ട്. അവർ വന്ന് 3 ചാക്കുകൾ കയറി, അതായത് 120 കിലോ ഗ്രേഡ് ചെയ്ത കായ സ്റ്റിച്ചസോണാണ് ഒരു ഓട്ടോറിക്ഷ മഞ്ഞ പെട്ടി ആപ്പയിൽ കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. ഈ കായ ഏതെങ്കിലും കടകളിൽ എത്തുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ജനാലയോട് ചേർന്ന് ഏലക്ക പുറത്തു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. ജനാലയുടെ കമ്പികൾ മുറിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഈ നീക്കം ഉപേക്ഷിച്ചു. കയറ്റുമതി ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന ഗ്രേഡ് ഏലക്കയാണ് മോഷണം പോയത്. ഉടമയുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കിയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗം സംസ്ഥാന സമിതി അംഗവും ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റുമായ സി ജയകൃഷ്ണനും സഹപ്രവർത്തകരും കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ജയകൃഷ്ണന് അംഗത്വം നൽകി സ്വീകരിച്ചു. കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗം സംസ്ഥാന സമിതി അംഗവും ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റുമായ സി ജയകൃഷ്ണനും സഹപ്രവർത്തകരും കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. പാലായിൽ നടന്ന ചടങ്ങിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ജയകൃഷ്ണന് അംഗത്വം നൽകി സ്വീകരിച്ചു. കേരള കോൺഗ്രസുകളുടെ ഏകീകരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സ്കറിയ തോമസ് വിഭാഗത്തിൽ നിന്നും കൂടുതൽ പ്രവർത്തകർ വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിൽ ചേരുമെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. കേരള കോൺഗ്രസ് എം ഉന്നത അധികാര സമിതി അംഗം KI ആന്റണി, തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ, മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ഡോണി കട്ടക്കയം തുടങ്ങിയവരും സംബന്ധിച്ചു. തൊടുപുഴ കേന്ദ്രമായി രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ജയകൃഷ്ണൻ വലിയ സുഹൃത്ത് വലയത്തിന് ഉടമയുമാണ്. സംയുക്ത കേരള കോൺഗ്രസിന്റെ സാംസ്കാരിക വേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മംഗളം, മാതൃഭൂമി, മാധ്യമം തുടങ്ങിയ പത്രസ്ഥാപനങ്ങളിൽ സർക്കുലേഷൻ വിഭാഗത്തിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലാ കഥകളി ക്ലബിന്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 22-ന് സംഘടിപ്പിച്ചിട്ടുള്ള സൂചനാ പണിമുടക്കിന് മുന്നോടിയായി ഇടുക്കി ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. വനിതകൾ ഉൾപ്പെടെ 100 കണക്കിന് ജീവനക്കാർ പ്രതിഷേധ പ്രകടനമായി എത്തിയാണ് പണിമുടക്ക് നോട്ടീസ് കൈമാറിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി S സജീവ് ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത, ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, മെഡിസെപ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 22-ന് സംഘടിപ്പിച്ചിട്ടുള്ള സൂചനാ പണിമുടക്കിന് മുന്നോടിയായി ഇടുക്കി ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. വനിതകൾ ഉൾപ്പെടെ 100 കണക്കിന് ജീവനക്കാർ പ്രതിഷേധ പ്രകടനമായി എത്തിയാണ് പണിമുടക്ക് നോട്ടീസ് കൈമാറിയത്. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയ്സൺ ജോർജ്, കൺവീനർ D ബിനിൽ, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി S സജീവ്, KGOF ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത, സെക്രട്ടറി അഭിജിത്ത്, ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാഗേഷ്, സെക്രട്ടറി R ബിജുമോൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരിക്ക് പണിമുടക്ക് നോട്ടീസ് കൈമാറിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി S സജീവ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. ആ ഗവൺമെന്റ് അധികാരത്തിലേക്ക്, ആ മുന്നണി വന്നു. സഖാവ് പിണറായി വിജയൻ എന്ന സമരമുഖത്ത് വന്ന സമരഭടന്മാരെ ചേർത്ത് പിടിച്ച ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഞങ്ങൾ പ്രതീക്ഷിക്കൂലേ ഈ ഗവൺമെന്റ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന്? കേരളത്തിലെ സകല ജീവനക്കാരും അധ്യാപകരും പ്രതീക്ഷിച്ചു. പക്ഷേ ആ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് പിന്നീട് ഉണ്ടായത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ നിലപാട് പതിയെ മാറ്റി. അവര് പങ്കാളിത്ത പെൻഷൻ നല്ലതാണ് എന്നൊരിക്കലും അവർക്ക് പറയാൻ കഴിയില്ല, അവർ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അവർ പറഞ്ഞു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിന് PFRDA എന്ന് പറയുന്ന നിയമം ഒരു തടസ്സമായി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ആദ്യം സമരം ചെയ്ത് പിൻവലിപ്പിക്കേണ്ടത് PFRDA ആണ്. അത് കഴിഞ്ഞാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി സ്വയം ഇല്ലാതായിക്കൊള്ളും. അവരെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉമ്മൻചാണ്ടി നടപ്പിലാക്കുമ്പോൾ PFRDA ഇല്ല ഇന്ത്യയിൽ. അധ്യാപക സർവീസ് സംഘടനാ ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയ്സൺ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന KGOF ജില്ലാ സെക്രട്ടറി അഭിജിത്ത് PH, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ, ജില്ലാ പ്രസിഡന്റ് KS രാഗേഷ്, വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ആൻസ് ജോൺ, സെക്രട്ടറി CG അജിഷ തുടങ്ങിയവർ സംസാരിച്ചു. സമരസമിതി ജില്ലാ കൺവീനർ D ബിനിൽ സ്വാഗതവും KGOF ജില്ലാ ട്രഷറർ ജെയ്സിമോൾ KJ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പൈനാവ്.
കഴിഞ്ഞ ദിവസം നിര്യാതനായ വാഴക്കുളം കല്ലുങ്കൽ പ്രൊഫസർ ജോർജ് ജെയിംസിന്റെ സംസ്കാരം വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നടത്തി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വസതിയിലും പള്ളിയിലും ജീവിതത്തിന്റെ നാനാമേഖലകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഈ സാറിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഈ കുടുംബത്തിനും നാടിനും ലോകത്തിനും സാർ നൽകിയ ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം പൗലോസ് പറയുന്നത് പോലെ വിശ്വാസമില്ലാത്തവരെ ദുഃഖിക്കരുത്, നമുക്ക് വിശ്വാസമുള്ളവരാണ്, അതുകൊണ്ട് ദുഃഖിക്കേണ്ട. ദൈവത്തിൻ്റെ പക്കലേക്ക് പോയിരിക്കുന്നു. ഇനി ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് ഈ കുടുംബത്തിനും നാടിനും നന്മ ലഭിക്കുവാനായിട്ട് സാറിൻ്റെ പ്രാർത്ഥന ഉപകരിക്കും. സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സാറിൻ്റെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് യാചിക്കാം. അങ്ങനെ ദൈവസന്നിധിയിലെത്തി നമുക്ക് വേണ്ടി ഇനിയും മധ്യസ്ഥം വഹിക്കുവാൻ സാധിക്കും. നമ്മുടെ വിശ്വാസം അതാണ്. വിശുദ്ധരോട് കൂടെ ചേർക്കപ്പെടുക എന്നുള്ളതാണ് മരണം വഴിയായിട്ട് സംഭവിക്കുന്നത്. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയായി ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൻ്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുലത്തായി നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിൻ്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. അധികാര പങ്കാളിത്തം വേണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ വാർഷിക പൊതുയോഗത്തിൽ ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ അഴുത ബ്ലോക്ക് ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VN ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെമ്പാടുമുള്ള വിശ്വകർമ്മജരെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ഇവരുടെ അവകാശ പോരാട്ടങ്ങൾക്കായി രൂപീകരിച്ച അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇപ്പോഴും തങ്ങളുടെ അവകാശ പോരാട്ട പാതയിലാണ്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്തുടനീളമുള്ള ജില്ലാ താലൂക്ക് തല പുതിയ ഭാരവാഹിത്വങ്ങളെ തിരഞ്ഞെടുത്തു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ വാർഷിക പൊതുയോഗവും 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ അഴുത ബ്ലോക്ക് ഹാളിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വാമദേവൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TC ഗോപാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ച് പീരുമേട് താലൂക്ക് യൂണിയൻ വാർഷിക പൊതുയോഗം അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VN ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വരുവാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മജർക്കും അർഹതപ്പെട്ട അധികാര പങ്കാളിത്തത്തിന് രാഷ്ട്രീയ പാർട്ടികൾ പ്രാതിനിധ്യം നൽകണമെന്നും യന്ത്രവൽക്കരണത്തോടുകൂടി തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വകർമ്മജരുടെ പുനരുദ്ധാരണത്തിന് 50 കോടി രൂപയെങ്കിലും സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്നും ജാതി തിരിച്ചുള്ള സെൻസസ് എത്രയും വേഗം നടപ്പിലാക്കണമെന്നും വിശ്വകർമ്മ ദിനം നിയന്ത്രിത അവധിയായി പ്രഖ്യാപിച്ച് കാലങ്ങൾ പിന്നിടുമ്പോഴും വിശ്വകർമ്മ ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കാത്തത് രാജ്യത്തെ പരമ്പരാഗത തൊഴിലാളികളായ വിശ്വകർമ്മജരെ അവഗണിക്കുന്നതിന് തുല്യമാണെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. ഈ നേതാക്കൾ പോലെയുള്ള ആളുകൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് വളരെ ദുഷ്കരമാണ്. ഒരു വീട് ഇവിടെയാണെങ്കിൽ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അകലെയാണ് അടുത്ത വീട്. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. എനിക്ക് ഈ സ്ഥലത്തെ പറ്റി നന്നായിട്ട് അറിയാം. അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന ട്രഷറർ K മുരളീധരൻ, സംസ്ഥാന സെക്രട്ടറി KT ബാബു, യുവജന സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് ശിവൻ, മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു വിക്രമൻ, KTAU സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്യൻ G, സംസ്ഥാന ഭാരവാഹികളായ പുഷ്പ ബിജു, MD അശോകൻ മാഞ്ചിറയ്ക്കൽ തുടങ്ങിയവർ വാർഷിക പൊതുയോഗത്തിൽ പ്രസംഗിച്ചു.
തുടർന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് MD അശോകൻ, വൈസ് പ്രസിഡന്റായി സോമൻ ഉപ്പുതറ, സെക്രട്ടറി TC ഗോപാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാരായി KN വിജയകുമാർ, R രൂപേഷ്, ട്രഷറർ KA അരുണാചലം, ബോർഡ് മെമ്പർമാരായി ബിനീഷ് ഉറുമ്പിൽ, ജയമോൻ T, ചന്ദ്രബാബു പാമ്പനാർ, മോഹനൻ ഏലപ്പാറ, അജീഷ് അമരാവതി, സജി ജയകുമാർ കൊച്ചുകരിന്തിരുവി, P വിനോദ്, അനീഷ് വണ്ടിപ്പിരാർ. മഹിളാ സംഘം ഭാരവാഹികളായി പുഷ്പ ബിജു, വിശാല കുഞ്ഞുമോൻ, സുജാത. യുവജന സംഘം ഭാരവാഹികളായി രൂപേഷ്, സുബീഷ് എന്നിവരടങ്ങുന്ന പുതിയ പീരുമേട് താലൂക്ക് തല കമ്മിറ്റി രൂപീകരിച്ചു. നിരവധി വിശ്വകർമ്മജർ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. കല്ലാർ ഗ്രാൻബി റോഡ് പുനർനിർമ്മാണം ആരംഭിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡിന്റെ പണി പൂർത്തിയാകുന്നതോടെ സത്രത്തിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർക്കും വിനോദസഞ്ചാരികൾക്കും എളുപ്പത്തിൽ പരുന്തുംപാറ വഴി ദേശീയപാത 183 കല്ലാർ കവലയിൽ എത്തിച്ചേരാവുന്ന പാതയായി മാറും. 2022-23 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ച് പ്രകാരം നടപടികൾ പൂർത്തിയാക്കി കല്ലാർ ഗ്രാമ്പി റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ എസ്റ്റേറ്റ് ഉടമകൾ തർക്കവാദം ഉന്നയിച്ചതിനെ തുടർന്ന് നിർമ്മാണം ആരംഭിക്കുവാൻ കാലതാമസം നേരിടുകയായിരുന്നു. എസ്റ്റേറ്റ് ഉടമകളുമായി ചർച്ച ചെയ്ത് എസ്റ്റേറ്റ് ഉടമകളുടെ വാദം പരിഹരിച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടര കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സത്രത്തിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർക്കും വിനോദസഞ്ചാരികൾക്കും എളുപ്പത്തിൽ പരുന്തുംപാറ വഴി ദേശീയപാത 183 കല്ലാർ കവലയിൽ എത്തിച്ചേരാവുന്ന പാതയായി മാറും. കൂടാതെ ശബരിമല, അർണക്കൽ, ഹില്ലാഷ്, ഗ്രാമ്പി എന്നീ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്കും താലൂക്ക് ഓഫീസിലേക്കും ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന പാത കൂടിയായി മാറുകയും ചെയ്യുമെന്നും വാഴൂർ സോമൻ MLA അറിയിച്ചു. 2025 മെയ് മാസത്തിനുള്ളിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായും MLA അറിയിച്ചു. BBC ന്യൂസ്, പീരുമേട്. വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു തൂങ്ങിയ മരം മുറിച്ചു നീക്കി കോതമംഗലം ഫയർഫോഴ്സ്. വെള്ളിയാഴ്ച രാവിലെ തലനാരിഴയ്ക്കാണ് വഴിയാത്രക്കാരായ ചിലരുടെ തലയിൽ മരക്കൊമ്പ് വീഴാതെ അവർ രക്ഷപ്പെട്ടത്. ഇനിയും നിരവധി മരങ്ങൾ വേരുകൾ കെട്ട് ഉണങ്ങി റോഡിലേക്ക് ചാഞ്ഞ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. അതും ഉടനെ തന്നെ മുറിച്ചു മാറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വാവേലി കുളങ്ങാട്ടുകുഴി പ്രധാന റോഡിലൂടെ സഞ്ചരിക്കുന്ന സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു തൂങ്ങിയ മരം കോതമംഗലം ഫയർഫോഴ്സ് എത്തി മുറിച്ചു നീക്കി അപകടം ഒഴിവാക്കി. വെള്ളിയാഴ്ച രാവിലെ തലനാരിഴയ്ക്കാണ് വഴിയാത്രക്കാരായ ചിലരുടെ തലയിൽ മരക്കൊമ്പ് വീഴാതെ അവർ രക്ഷപ്പെട്ടത്. ഇനിയും നിരവധി മരങ്ങൾ വേരുകൾ കെട്ട് ഉണങ്ങി റോഡിലേക്ക് ചാഞ്ഞ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. അതും ഉടനെ തന്നെ മുറിച്ചു മാറ്റണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ബിനിൽ വാവേലി ആവശ്യപ്പെട്ടു. കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി കുളങ്ങാട്ടുകുഴി പ്രധാന റോഡിന്റെ അരികിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കാലഹരണപ്പെട്ട അക്കേഷ്യ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ 5-6 വർഷങ്ങളായി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉന്നയിക്കുന്നതാണ്. എന്നാൽ നമ്പർ ഇടൽ വരെ പൂർത്തിയാക്കി സാങ്കേതിക തടസ്സം ഉന്നയിച്ച് മറ്റ് നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രദേശവാസികളെ, പ്രത്യേകിച്ച് കർഷകരെ വല്ലാതെ അലട്ടുന്ന സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. അടിക്കാടി വെട്ടൽ പോലുള്ള ദൈനംദിന ആവശ്യ പ്രവർത്തികൾ നടപ്പിലാക്കാത്തത് പ്രദേശവാസികൾക്കിടയിൽ കടുത്ത ആമർശമുണ്ടാക്കിയിട്ടുണ്ട്. ഫണ്ടിന്റെ അഭാവമാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്നത് എന്നാണ് ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ നിത്യസഞ്ചാരമുള്ള റോഡിൽ വന്യജീവികൾ വട്ടം ചാടാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ അടിക്കാട് ഒരു വലിയ കാഴ്ച പ്രശ്നമായി തന്നെ പ്രധാന വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ അടിക്കാട് നീക്കം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ കൂടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നടപ്പിലാക്കുവാനുള്ള കൂടിയാലോചനകൾ ഉണ്ടാകണമെന്നും ബിനിൽ വാവേലി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലത്ത് ക്യാൻസർ നിർണയ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ക്യാൻസർ നിർണയ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 31 വാർഡുകളിൽ ഓരോന്നിലും കഴിഞ്ഞ മാസം നടത്തിയ വാർഡ് തല സ്ക്രീനിംഗ് ക്യാമ്പുകളിൽ പങ്കെടുത്ത 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള 3000-ഓളം ആളുകളിൽ നിന്ന് പ്രാരംഭ ലക്ഷണങ്ങൾ സംശയിക്കുന്ന 350-ഓളം ആളുകളെയാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. അങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇത്തരം ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത്. ഇവിടെ ജനങ്ങളുടെ, നമുക്കറിയാം, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രം സംഘടിപ്പിക്കുക
അല്ലെങ്കിൽ അതെല്ലാം നടത്തുക എന്നുള്ളത് മാത്രമല്ല ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ചുമതല. അപ്പോൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഇത്ര വിപുലമായി ആദ്യമായിട്ടാണ് നഗരസഭയിൽ ഇത്തരമൊരു ക്യാമ്പ് നടത്തുന്നത്. 31 വാർഡുകളിലും ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചത് ഏതാണ്ട് 3000-ലേറെ ആളുകൾ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നിലയിൽ ജനങ്ങൾ ഇങ്ങനെ നഗരസഭയും താലൂക്ക് ആശുപത്രിയും ഇത്തരമൊരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനോട് സഹകരിക്കാൻ ഈ നഗരസഭയുടെ പരിധിയിൽ ജനങ്ങൾ തയ്യാറായി എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 31 വാർഡുകളിലുമായി ഏതാണ്ട് 3000-ലേറെ ആളുകൾ ഈ ക്യാമ്പുകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ എന്നിവർ പ്രസംഗിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ അജേഷ് PS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുള്ളരിങ്ങാട് വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ PG ജോസഫ് MLA യോഗം വിളിച്ചു ചേർത്തു. തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ഷമീർ അഹമ്മദിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിച്ചു. കോലാനി ബൈപ്പാസിൽ കാഞ്ഞിരമ്പാറ ഭാഗത്ത് റോഡിൽ നിന്നും 20 അടി താഴ്ചയിൽ അബോധാവസ്ഥയിൽ കിടന്ന അജ്ഞാതനായ യുവാവിനെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. കട്ടപ്പനയിലെ ട്രേഡിംഗ് സ്ഥാപനത്തിൽ നിന്ന് 120 കിലോ ഏലക്ക മോഷണം പോയി. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 22 സംഘടിപ്പിക്കുന്ന സൂചനാ പണിമുടക്കിന് മുന്നോടിയായി ഇടുക്കി ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.